ഹോണസ്റ്റ് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററും ഒരു DC മോട്ടോറും ഉപയോഗിച്ച് ബീറ്റർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഹോം മെയ്ഡ് ബീറ്റർ എന്ന് പറയുന്നത്. പന്ത്രണ്ട് വോൾട്ടിൻ്റെ അഡാപ്റ്ററും 12 വോൾട്ടിൻ്റെ മോട്ടറും കൂടാതെ 4-5 ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ഇതിനാവശ്യമായിട്ട് വരുന്നുണ്ട്. സാധാരണ പേനയിലെ പമ്പിനേക്കാൾ കൂടുതൽ വണ്ണമുള്ള ഒരു പമ്പ് വേണം. അതിൻ്റെ നിബ് ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെയുള്ള 2 പിൻ പ്ലഗിൻ്റെ ഒരു പിന്നാണ്. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ പമ്പിനെ നമ്മൾ ചെരിച്ച് ചെറുതായിട്ട് വെട്ടിക്കളഞ്ഞതിന് ശേഷം ആ പിന്നിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പിച്ച് സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇത് പെട്ടെന്ന് ഊരിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനെ സ്ക്രൂ ഇട്ട് ഘടിപ്പിക്കുന്നത്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ബ്ലേഡ് ഘടിപ്പിക്കാനുണ്ട്. ഈ ഭാഗത്താണ് ബീറ്ററിൻ്റെ ബ്ലേഡ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതിനുവേണ്ടി സമചതുരത്തിൽ വെട്ടിയെടുത്ത തകരത്തിൻ്റെ ഷീറ്റോ അല്ലെങ്കിൽ മെറ്റൽ ഷീറ്റോ നമുക്ക് ആവശ്യമുണ്ട്. അത് വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ MC ഉപയോഗിച്ച് ഈ കാണുന്ന പിന്നിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. MC നമുക്ക് ഹാർഡ്വെയർ ഷോപ്പുകളിൽ നിന്ന് ലഭിക്കുന്നതാണ്. MC ഉപയോഗിച്ച് ഫിക്സ് ചെയ്ത് അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ മെറ്റൽ ഷീറ്റിനെ ഇതുപോലെ മുകളിലേക്കായിട്ട് മടക്കിയെടുക്കുന്നു. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ബ്ലേഡ് ആവുക. ബീറ്ററിനുള്ള കണക്ഷൻ വളരെ സിമ്പിളാണ്. നമ്മൾ 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ എടുക്കുന്നു. അതിൽ പോസിറ്റീവ് അതുപോലെ നെഗറ്റീവ് 2 വയറുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഒരു സ്വിച്ച് ആവശ്യമുണ്ട്. സ്വിച്ചിന് 2 വയറുകളുണ്ടാവും, 2 ലെഗിൽ നിന്നുള്ള വയറുകളുണ്ടാവും. പിന്നെ നമുക്കുള്ളതൊരു മോട്ടോറാണ്, DC മോട്ടോർ 12 വോൾട്ടിൻ്റെ. അതിന് 2 ലെഗുകൾ ഉണ്ടാവും, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അതിൽ പോസിറ്റീവിലേക്ക് നമ്മൾ, അതായത് ചാർജറിൽ നിന്നുള്ള പോസിറ്റീവ് വയറിനെ പോസിറ്റീവിലേക്ക് ബന്ധിപ്പിക്കുന്നു. അതുപോലെ നെഗറ്റീവിൻ്റെ 2 വയറുകൾ ഒരു സ്വിച്ചുമായിട്ട് ഘടിപ്പിക്കുന്നു. ഇത്രയുമാണ് ഇതിൻ്റെ കണക്ഷൻ ഉള്ളത്. ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് 4 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളവും പിന്നെ 1/2 ടീസ്പൂൺ സോപ്പ് പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഉപയോഗിച്ച് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ബീറ്റർ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ,
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.